ബിഗ് ബോസ് മലയാളം സീസൺ 7-ലെ അവസാനത്തെ മിഡ് വീക്ക് എവിക്ഷനിൽ നൂറ് എവിക്റ്റ് ആയതോടുകൂടി ടോപ്പ് 5 വന്നിരിക്കുകയാണ് സീസൺ 7-ത്തെ. എല്ലാവരുടെയും ഫോട്ടോ പതിപ്പിച്ച പസിൽ ഉപയോഗിച്ചിട്ടാണ് എവിക്ഷൻ നടന്നത്. എല്ലാവരുടെ ലിവിംഗ് ഏരിയയിൽ ഇരിക്കാൻ പറയുന്നു. മിഡ് വീക്ക് എവിക്ഷനെ കുറിച്ച് പറയുന്നു. എല്ലാവരും പ്രിപ്പയർഡ് ആയിരുന്നു. ഓൾറെഡി നൂറയ്ക്ക് അറിയാമായിരുന്നു നൂറ തന്നെയാണ് ഔട്ടാവുന്നതെന്ന്. നെവിനും ഒരു ചെറിയ സംശയം ഉണ്ടായിരുന്നു. അക്ബറിനും അതുപോലെ തന്നെ മണിപ്പുരയിൽ ചെന്ന് അവരവരുടെ ഫോട്ടോ പതിപ്പിച്ച പസിൽ എടുത്ത് ഗാർഡൻ ഏരിയയിൽ വെച്ച പെഡസ്റ്റലിന്റെ അവിടെ വന്ന് നിൽക്കുന്നു. അതിനുശേഷം ബിഗ് ബോസ് എല്ലാവരുടെ പസിൽ ചെയ്യാൻ പറയുന്നു. ആദ്യം തന്നെ അക്ബർ മുഴുവനായിട്ടും കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട്. പിന്നീട് നൂറെ കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട്, ഒരു പീസ് മിസ്സിംഗ് ആയിട്ട്. അപ്പോഴന്നെ നൂറയ്ക്ക് മനസ്സിലായി നൂറയാണ് എവിക്റ്റഡ് ആയിരിക്കുന്നത് എന്നുള്ളത്. ബിഗ് ബോസ് അങ്ങനെ അനൗൺസ് ചെയ്യുന്നു. ടോപ്പ് 5-ൽ കയറാൻ സാധിക്കാതെ നൂറ ബിഗ് ബോസ് ഹൗസിൽ നിന്നും എവിക്റ്റഡ് ആയിരിക്കുകയാണ്. അങ്ങനെ ബിഗ് ബോസ് മലയാളം സീസൺ 7-ന്റെ ഫൈനൽ 5 അനീഷ്, അനു, നെവിൻ, അക്ബർ, ഷാനവാസ്. നൂറ എല്ലാവരോടും യാത്ര പറയാണ്. അനീഷ തന്റെ വീട്ടിലേക്ക് നൂറയെ ക്ഷണിക്കുന്നു. ഒരു സഹോദരന്റെ സ്ഥാനത്ത് നിന്ന് തന്നെ കൊണ്ട് കഴിയുന്ന എന്ത് സഹായം ചെയ്തു തരാമെന്ന് അനീഷ് നൂറയോട് പറയുന്നു. അക്ബർ പറയുന്നുണ്ട് നൂറയെ ഒരുപാട് അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തതാണ്, പിക്നിക്കിന് വന്നതുപോലെ എന്ന് വരെ പറഞ്ഞിട്ടുണ്ട്. അക്ബർ പറയുന്നു ടാസ്ക് മാനിയാക്കായ ആര്യനെ വരെ തോൽപ്പിച്ചിട്ടാണ് ടിക്കറ്റ് ഫിനാലെ നൂറ ജയിച്ചത്. അതിനെക്കുറിച്ചൊക്കെ സംസാരിക്കുന്നുണ്ട്. പിന്നീട് അനു നൂറയും കെട്ടിപ്പിടിക്കുന്നു. പുറത്തിറങ്ങി കാണാമെന്ന് പറയുന്നു. ഒരു ദിവസം കഴിഞ്ഞാൽ നമുക്ക് കാണാം, പുറത്തിറങ്ങി അടിച്ചു പൊളിക്കാമെന്നൊക്കെ പറഞ്ഞ് ഇവിടെയുള്ള കാര്യങ്ങളെല്ലാം ഇവിടെ വിട്ടിട്ട് പോവുകയാണെന്നും പറഞ്ഞ് നൂറ ബിഗ് ബോസ് ഹൗസിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി. ടോപ്പ് 5-ൽ വരുന്ന ഈ മത്സരാർത്ഥികളെ ഒരുവിധം എല്ലാവരും പ്രവചിച്ചു തന്നെയാണ്. എന്ത് തന്നെയായാലും ഒരു വിജയി ഉണ്ടാവുള്ളൂ. അർഹതപ്പെട്ട ആ ഒരാൾ തന്നെ വിജയിയാവട്ടെ നമുക്ക് പ്രതീക്ഷിക്കാം.